സ്വന്തം കെട്ടിടത്തിന് അനുകൂലമായി ഓടയുടെ ഗതി മാറ്റിയെന്ന ആരോപണത്തിന് മറുപടിയുമായി മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫ് രംഗത്ത് വന്നു. പാർട്ടി ഓഫീസ് സംരക്ഷിക്കാനാണ് കോൺഗ്രസുകാർ വ്യാജ ആരോപണം ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഓട നിർമ്മാണത്തെ എതിർത്ത കൊടുമൺ പഞ്ചായത്ത് പ്രസിഡന്റും CPM ജില്ലാ കമ്മിറ്റി അംഗവുമായ KK ശ്രീധരന് തന്നോട് വ്യക്തിവിരോധമാണെന്നും ജോർജ് ജോസഫ് പറയുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ പഞ്ചായത്തിലെ ഒരു അംഗമല്ലേ, എന്നോടൊരു വാക്ക് സംസാരിച്ചുകൂടെ അദ്ദേഹത്തിന്? എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇത് മന്ത്രിയാകാനൊന്നും പറ്റുകയില്ലല്ലോ. എനിക്കതറിയില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ വിരോധം എന്താണെന്നുള്ളത് എനിക്കറിയത്തില്ല. ഇനി മറ്റുവല്ലം പ്രശ്നമാണോ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. കോൺഗ്രസ്സുകാർ സമരത്തിന് വരുന്നതിൻ്റെ പിന്നിലുള്ള കാരണം തൊട്ടടുത്ത് ഇത് കഴിഞ്ഞാൽ ഉടനെ കോൺഗ്രസിൻ്റെ ഓഫീസാണ് ഓപ്പോസിറ്റ് സൈഡിൽ. ആ ബിൽഡിങ്, കോൺഗ്രസ് ബിൽഡിങ് വെച്ചിരിക്കുന്നത് തന്നെ പുറമ്പോക്ക് സ്ഥലത്താണ്. ഞാൻ അവരോട് ചലഞ്ച് ചെയ്യുന്നു, അത് ഞാൻ തെളിയിച്ചാൽ നിങ്ങൾ ഇറങ്ങിപ്പോകാൻ തയ്യാറാണോ? ആ ബിൽഡിങ് പൂർണ്ണമായും പുറമ്പോക്ക് സ്ഥലത്താണ്. റോഡിൻ്റെ വീതി അവിടെ 23.7 മീറ്ററാണ്. കോൺഗ്രസിൻ്റെ സ്വന്തം കെട്ടിടമാണ്. ആ ബിൽഡിങ് വെച്ചിരിക്കുന്ന പൂർണ്ണമായും പുറമ്പോക്ക് സ്ഥലത്താണ്. അവിടെ ഇന്ന് റോഡിന് 14 മീറ്റർ വീതി പോലും അതിൻ്റെ മുമ്പിലില്ല. വിവാദത്തിന് പിന്നാലെ CPM ലോക്കൽ കമ്മിറ്റി അടിയന്തര യോഗം ചേർന്ന് പരസ്യ പ്രതികരണം വിലക്കി. CPM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവാണ് അലൈൻമെന്റ് മാറ്റാൻ നേതൃത്വം നൽകിയതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. കൊടുമൺ പഞ്ചായത്തിൽ ഇന്ന് ഹർത്താൽ നടക്കും. ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു സൂപ്പർവൈസറായിട്ട് വന്ന് ഇവിടുത്തെ കോൺക്രീറ്റിന് നേതൃത്വം കൊടുക്കുക. അദ്ദേഹമായിരുന്നു ഇവിടെ സൂപ്പർവൈസർ. രാവിലെ 8 മണിക്ക് സ്റ്റേഡിയത്തിൻ്റെ മുന്നിൽ വന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ മിച്ചർ മിഷൻ വരുന്നു, പുള്ളി ഇവിടെ നിന്ന് ഇത് ചെയ്യിപ്പിക്കുന്നു. ആലോചിച്ച് നോക്കണം, ഒരു റോഡ് ഏഴംകുളം മുതൽ ഇങ്ങോട്ട് 10-50 വീട്ടുകാർ അവരുടെ വസ്തു പാവങ്ങൾ നല്ലൊരു പദ്ധതിയാണ് ഈ റോഡ് വികസിച്ചോട്ട് ഈ റോഡിന് വേണ്ടി കൊടുത്തപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു 2 അടിയുടെ വ്യത്യാസത്തിനാണ് ഈ പണി കാണിച്ചു വെച്ചിരിക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. പറയൂ. SK, നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ വിവാദ കെട്ടിടത്തിന്റെ തൊട്ട് പുറകിലാണ്. കെട്ടിടം ജോർജ് ജോസഫിന്റെ തന്നെയാണ്. പക്ഷേ ഈ കോൺഗ്രസും അതുപോലെ തന്നെ നാട്ടുകാരും അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ഉയർത്തുന്ന ഒരു ആരോപണം, ഇവിടെ എത്തിയപ്പോൾ ഈ ഓട നിർമ്മാണത്തിന്റെ അലൈൻമെന്റ്, റോഡ് നിർമ്മാണത്തിന്റെ അലൈൻമെന്റ് മാറി എന്ന ഒരു അതായത് കൊടുമൺ പഞ്ചായത്തിൽ കോൺഗ്രസ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഈ ഓട ഇന്നലെ നിർമ്മാണം നടത്തരുതെന്ന് കർശനമായ നിർദ്ദേശം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു നിർദ്ദേശം അവഗണിച്ചും ഈ കോൺട്രാക്ടറെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ഗുരുതരമായ വീഴ്ചയാണ് എന്ന ആക്ഷേപമാണ് കോൺഗ്രസ് ഉയർന്നത്. നമ്മുടെ ഒപ്പം കോൺഗ്രസിന്റെ നേതാവും DC മെമ്പറും പഞ്ചായത്ത് അംഗമൊക്കെ അജി കുമാർ രണ്ടാം കുറ്റി ചേരുന്നുണ്ട്. നിങ്ങൾ ഈ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുക തന്നെയാണോ? 100% ഈ ആരോപണത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. കാരണം ഏഴംകുളം കൈപ്പട്ടൂർ റോഡിൻ്റെ പണിയുമായി ബന്ധപ്പെട്ട് ചിറ്റയം ഗോപകുമാർ MLA-യുടെയും കൊടുമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയും നേതൃത്വത്തിൽ ഇവിടെ വന്ന് കരാറുകാരോടും അതുപോലെ തന്നെ കിഫ്ബിയോടും ഞാൻ സംശയം വെച്ചോട്ടെ, ഈ ഒരു ട്രാൻസ്ഫോമർ ഇവിടുന്ന് മാറ്റാതെ എങ്ങനെയാണ് ഇവിടെ ഓട നിർമ്മാണം നടക്കുക? ഈ ട്രാൻസ്ഫോമർ ഇവിടുന്ന് മാറ്റണമെന്നും ഈ ട്രാൻസ്ഫോമർ ഒഴിച്ചു എൻ്റെ പുറകിൽ കൂടാണ് ഈ ഓട വരുന്നതെന്നും അതുകൊണ്ട് നിങ്ങൾ ഓടയുടെ പണി ഇവിടെ നിർത്തണമെന്നും ചിറ്റയം ഗോപകുമാർ ഇവിടുത്തെ പണിക്കാരോട് പറഞ്ഞതാണ്. അതുകൂടാതെ കൊണ്ടാണ് ഇന്നലെ പത്തനംതിട്ട ജില്ലാ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ജോർജ് ജോസഫ്, ഞാൻ ഇന്നലെ ചോദിച്ചു, ജോർജ് ജോസഫ് ഇന്നലെ തന്നെ നമ്മളോട് പറഞ്ഞത് അദ്ദേഹത്തിന്റെ സ്ഥലത്ത് 17 മീറ്റർ വീതി റോഡിനുണ്ട്, അലൈൻമെന്റ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് എന്നാണ് പറയുന്നത് കൃത്യമായിട്ട്. പിന്നെ അവിടെ എടുക്കാത്തതിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്നാണ് അദ്ദേഹം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ റോഡിന്റെ അലൈൻമെന്റ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഇതിന്റെ കോൺക്രീറ്റ് എങ്ങനെയാണ് നടന്നിരിക്കുന്നതെന്ന്. ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ഈ വസ്തുവിന്റെ ഉടയൻ ജോർജ് ജോസഫ് പറയുന്നതിനോട് ഏതെങ്കിലും തരത്തിൽ യോജിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറയുക. ഈ ഭാഗത്ത് മാത്രം കുറഞ്ഞു എന്നാണ്. ഈ ഭാഗത്ത് മാത്രമാണ് ഈ റോഡിൻ്റെ അതായത് ഈ വസ്തുക്കൾ ജോർജ് ജോസഫിന് മന്ത്രി വീണ ജോർജിനെ സംരക്ഷിക്കുവാൻ വേണ്ടി പഴയ പോലീസ് സ്റ്റേഷൻ മുതൽ റോഡിൻ്റെ അലൈൻമെന്റ് മാറ്റി എന്നുള്ള ജില്ലാ സെക്രട്ടറിക്കെതിരെ നിങ്ങളൊരു ഗുരുതരമായ ആക്ഷേപം ഉന്നയിച്ചല്ലോ. ഇന്നലെ CPM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു ഇവിടെ വന്ന് കോൺട്രാക്ടറുടെ സൂപ്പർവൈസറായിട്ട് വന്ന് നിന്നാണ് ഈ ജോലി ചെയ്തത്. അതായത് ഒരു മൈക്ക് കാർഡുകാരൻ്റെ പണിയാണ് ഇന്നലെ ഈ ഒരു ജില്ലാ സെക്രട്ടറി ഇവിടെ വന്ന് ഈ വീണ ജോർജിനെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്തത്. ഇതാണ് കോൺഗ്രസിന്റെ ആക്ഷേപം. എന്തായാലും ഈ ആക്ഷേപം പൂർണ്ണമായി അവരെല്ലാം തള്ളുന്നുണ്ട്. ഈ KK ശ്രീധരൻ, അദ്ദേഹം ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട CPM നേതാവാണ്. വെറും ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല, അടിസ്ഥാന ജനവിഭാഗത്തിൽ നിന്ന് ഉയർന്നു വന്നൊരു നേതാവ് തന്നെയാണ്. അദ്ദേഹമാണ് ഇന്നലെ വീണ ജോർജിന്റെ ഭർത്താവിനെതിരെ ഗുരുതരമായ ആക്ഷേപം ഉന്നയിച്ചത്. അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ ഇന്നലെ പറയുകയുണ്ടായി, ഇത് ഭീഷണിപ്പെടുത്തിയാണെന്ന് പറയുകയുണ്ടായി. പക്ഷേ അതിനുശേഷം മാധ്യമങ്ങളോട് പിന്നീട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. ഇന്നലെ പാർട്ടി വിലക്ക്, ഇന്നലെ
അടിയന്തര ലോക്കൽ കമ്മിറ്റി വിഷയത്തിൽ KP ഉദയഭാനു തന്നെ നേതൃത്വം നൽകി വിളിച്ചു ചേർത്തു. അതിനുശേഷമാണ് കൃത്യമായ രീതിയിൽ ഒരു കാരണവശാലും ഇവിടുത്തെ കൊടുമൺ പാർട്ടി നേതൃത്വത്തോട്, കൊടുമൺ പാർട്ടി പൂർണ്ണമായി ഈ വിഷയത്തിൽ ജോർജ് ജോസഫിനും മന്ത്രി വീണ ജോർജിനും എതിരെ നിൽക്കുകയാണ്. അവരോട് ഒരു കാരണവശാലും പരസ്യ പ്രതികരണം പാടില്ല എന്ന് കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും KP ഉദയഭാനുവിന്റെ ഒരു പ്രതികരണം നമ്മൾ തേടുന്നുണ്ട്. ഒരു 8:45 അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് ലഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ വിഷയം ഇവിടെ കത്തി നിൽക്കുകയാണ്. സ്കേൻ എന്തായാലും ഇന്ന് കൊടുമൺ പഞ്ചായത്ത് ഹർത്താലിന് കോൺഗ്രസ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ശ്രീജിത്ത്, ഇത് വിവാദങ്ങളുടെ മഴ, ഇനി യഥാർത്ഥ മഴ അവിടെ പെയ്യുന്നുണ്ടോ? അതെ, നല്ല മഴയാണ് സ്കേൻ. ആ മഴയിലാണ് ഈ റോഡ് എത്രയും പെട്ടെന്ന്, എന്ത് വിവാദങ്ങൾ ഉണ്ടെങ്കിലും ഈ റോഡ് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. പ്രധാനപ്പെട്ട പാതയാണ്. ആ പാതയിലാണ് ഈ ഒരു അവസ്ഥ. ഈ മഴ കൂടി പെയ്തപ്പോൾ വലിയ ബുദ്ധിമുട്ടിലേക്ക് ആളുകൾ പോകുന്നു. ശക്തമായ മഴ ജില്ലയുടെ പല മേഖലകളിലും ഇപ്പോൾ തന്നെ പെയ്യുന്നുണ്ട്. ഈ കൊടുമൺ അടക്കമുള്ള പ്രദേശങ്ങളിൽ രാവിലെ മുതൽ, നമ്മൾ രാവിലെ 6 മണിക്ക് ഇങ്ങോട്ട് വരും എന്ന സമയം മുതൽ ശക്തമായ മഴ തന്നെയായിരുന്നു. മഴ തുടരുന്നുണ്ട്. അതുകൂടെ വിവാദങ്ങളുടെ മഴയ്ക്കും യാതൊരു തരത്തിലുള്ള കുറവുമില്ല. ഓക്കെ, താങ്ക് യു. കൊടുമണ്ണിൽ വിവാദം പുകയുന്നു എന്നാണ് ശ്രീജിത്ത് ശ്രീകുമാർ റിപ്പോർട്ട് ചെയ്യുന്നത്. ജോസഫ് ആറുകാരൻ, എസ്കേൻ, പഴയ നമ്മൾ തമ്മിൽ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ആ ചാട്ടം, ആ ചാട്ടം സൂപ്പറായിരുന്നു. അത് തിരികെ കൊണ്ടുവരാമോ? ഈ കാലത്ത് അതൊക്കെ പറ്റുമോ?